ശരിക്കും ഡ്രോപ്പ് ഷിപ്പിംഗ് വർക്കിംഗ് ആണോ? യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേർ ക്രേസി എമൗണ്ട് ഓഫ് മണി മേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെയൊക്കെ റിയാലിറ്റി എന്താണ്? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു ബ്രാൻഡഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചാലഞ്ച് ചെയ്യാൻ പോവാണ്. അത് വെറും 24 hours. ആൻഡ് ഐ നോ ദിസ് വീഡിയോ വിൽ ബി ക്രേസി. നമ്മൾ ഈ ഒരു എൻറ്റയർ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് വെറും 1000 രൂപ ബഡ്ജറ്റിലാണ്. സോ നമുക്കറിയേണ്ടത് 1000 രൂപയിൽ നമുക്ക് അത്രമാത്രം സെയിൽസ് കണ്ടെത്താൻ പറ്റും. അതല്ല ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ഇൻ ദ എൻഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. സോ ഈ ഒരു വീഡിയോയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഫൈൻഡ് എ വിന്നിംഗ് പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഓൾസോ ഒരു വിന്നിംഗ് പ്രോഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ പ്രാധാന്യം നമുക്കൊരു ട്രസ്റ്റ്, നമ്മുടെ കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് തോന്നിപ്പിക്കുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യലാണ്. സോ എവറി ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനിൽ ലൈവായി കണ്ടുപിടിക്കാം. സോ പ്രൊഡക്റ്റ് റിസർച്ചിൽ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 ഫ്രീ ടൂൾസുകളാണ്. ഒന്ന് ഇൻസ്റ്റാഗ്രാം, 2 നമ്മുടെ ആഡ്സ് ലൈബ്രറി. സിമ്പിൾ ആയിട്ട് ആഡ്സ് ലൈബ്രറിയിൽ നിന്ന് അടിച്ചു കൊടുക്കാം. ആഡ്സ് ലൈബ്രറി ബൈ ഫേസ്ബുക്ക് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യ അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കൺട്രീസും വേണമെന്നുണ്ടെങ്കിൽ ഓൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഞാൻ നിലവിൽ ഇന്ത്യ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ആഡ് കാറ്റഗറി ഓൾ ആഡ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് സെർച്ച് ബൈ കീവേഡ് അല്ലെങ്കിൽ അഡ്വർടൈസർ വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള ഡ്രോപ്പ് ഷിപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരുപാട് കീവേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ COD അവൈലബിൾ, 50% ഓഫർ, അങ്ങനെയുള്ള കീവേഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ 50% ഓഫ് COD അടിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഓൾമോസ്റ്റ് 15,000 റിസൾട്ടുകൾ ഉണ്ട്. സോ നമ്മൾ സിമ്പിൾ ആയിട്ട് ഫിൽറ്റേഴ്സിലോട്ട് വരാം. ഇവിടെ നമുക്ക് മീഡിയ ടൈപ്പ് നമുക്ക് എന്താ വേണ്ടത്, വീഡിയോസ് മാത്രമേ വേണ്ടൂ. സോ അത് അപ്ലൈ ചെയ്യാം. ഫിൽറ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് വേറെയും മെത്തേഡ്സ് ഉണ്ട്. ഡേറ്റ് വൈസ് ഒക്കെ നമുക്ക് ഒരുപാട് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വീക്കിലൊക്കെ നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ളതൊക്കെ. സോ അതൊക്കെ ഞാൻ ഇവിടെ അവോയ്ഡ് ചെയ്യാണ്. നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് വീഡിയോ ആഡ്സുകൾ വന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോ വീഡിയോസും ബാക്ക് ടു ബാക്ക് നമ്മൾ കാണുക എന്നുള്ളതാണ്. സോ ലെറ്റ്സ് സീ. दोस्तों, ट्रेंड शॉप डिश वॉशिंग वायर क्लॉथ सिर्फ बर्तन मांजने के लिए नहीं बल्कि किचन की हर छोटी बड़ी सफाई में आपका परफेक्ट पार्टनर है। इसमें रेशे टूटने का कोई झंझट नहीं, जिससे टफेस्ट ഈ ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വീഡിയോ ടോട്ടലി ഡ്രോപ്പ് ഷിപ്പിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെ നമ്മുടെ അവരുടെ പേജിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അവരുടെ പേജിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 399 ഈ ഒരു സാധനം അവർ വെക്കുന്നത്. എന്തോ ഒരു ഡിഷ് വാഷിംഗ് സ്ക്രാച്ച് കാർഡോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. സോ പേഴ്സണലി എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അത്ര ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ആൻഡ് ഓൾസോ അതേ അഡ്വർടൈസ്മെന്റ് അതേ പ്രൊഡക്റ്റ് വേറെയും ഈ പറഞ്ഞ പേജുകൾ വിൽക്കുന്നുണ്ട്. സോ മേ ബി ഇതൊരു പൊട്ടൻഷ്യൽ പ്രൊഡക്റ്റ് ആയിരിക്കാം. ആൻഡ് ഓൾസോ സ്റ്റാർട്ടർ റണ്ണിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ December 3 ഇന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഇതൊക്കെ ഈ ഒരു ഡാറ്റ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ റീഡ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ടൈം ഇതിൻ്റെ അകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുക. പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ആൻഡ് നമ്മളൊരു വിന്നിംഗ് പ്രൊഡക്റ്റ് ഫൈനലായിട്ട് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. സോ അതൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് മാച്ചിങ് ആവുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലാണ്ടെങ്കിൽ ഒന്നിലധികം പ്രൊഡക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതിൽ നിന്നും ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകൾ നമ്മൾ ഫൈനലിലോട്ട് കൊണ്ടുവരാം. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഏറ്റവും ഈ പറഞ്ഞ മാർജിൻ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ സിമ്പിളായിട്ട് ഇവിടെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്. ആൻഡ് ഓൾസോ മറ്റൊരു മെത്തേഡാണ് ഇൻസ്റ്റാഗ്രാം. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് റീൽസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇൻസ്റ്റാഗ്രാം ഓൾസോ നമ്മൾ ആൽഗോ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്റ്റുകൾ മാത്രം ലഭിക്കാനായിട്ട്, അതിൻ്റെ റീൽസുകൾ മാത്രം കിട്ടാനായിട്ട്. സോ ഈ ഒരു പ്രൊഡക്റ്റ് ഓൾസോ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് റിലേറ്റഡ് പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഓൾസോ അടുത്ത റീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാര്യം നിലവിൽ ക്രിസ്മസിന്റെ സീസണും കാര്യങ്ങളൊക്കെ ആണ്. സോ മേ ബി നമ്മുടെ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ അകത്ത് സെല്ലേഴ്സ് പാനലിൽ ഇത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആണ്. സോ ഞാൻ ഇത് സേവ് ലിസ്റ്റിൽ ഇടാണ്. സോ ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്തും വന്നിട്ട് മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക. അതിനു മുമ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ആൽഗോ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്റ്റിനായിട്ട്. ആൻഡ് ഓൾസോ നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റൊപ്പോസോ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള സപ്ലയർ ആണ്. സോ ആ ഒരു സപ്ലയറിൽ അവൈലബിൾ ആണോ എന്നുള്ളതും കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. ഞാൻ ഇവിടെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ വളരെ ലെങ്തി ആവാനുള്ള സാധ്യതയുണ്ട്. സോ ലെറ്റ്സ് സീ. സോ ഫൈനലി ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ എൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്.
ഇത് ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് മാസ്ക് ആണ്, അതായത് നമ്മുടെ ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, എൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അട്രാക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട് ഈ ഒരു സംഭവം. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടിയാണ് നമ്മുടെ ഡെഡ് സ്കിന്നും കാര്യങ്ങളും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തൊലിയൊക്കെ ഡ്രൈ ആയി കിടക്കുന്നത്. സോ ഇതാണ് എൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ നമ്മുടെ റൊപ്പോസോ ക്ലൗഡിൻ്റെ അകത്തുള്ള ആ ഒരു പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. 231 രൂപയാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നമ്മുടെ സെല്ലറുടെ പ്രൈസ് വരുന്നത്. സോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 649 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 549 സോ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പുഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലർ പാനലിലോട്ട് വന്നിട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന് മുകളിൽ ഒരു സ്റ്റഡി നടത്തുക. അതായത് നമ്മളിപ്പം എക്സാമ്പിൾ അസ്യൂം ചെയ്തേക്കുന്ന സെല്ലിംഗ് പ്രൈസ് നമ്മൾ ആദ്യം അടിച്ചു കൊടുക്കുക. നമ്മളിവിടെ 549 അടിച്ചു കൊടുക്കുന്നു. ആൻഡ് ഓൾസോ നമ്മളൊരു എക്സ്പെക്റ്റഡ് ഓർഡേഴ്സ് നമ്മൾ ഒരു ആവറേജ് കാൽക്കുലേഷൻ ജസ്റ്റ് ചെയ്ത് നോക്കും. ഇത് ജസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ത് സംഭവിക്കുന്നുള്ളതിൻ്റെ ഒരു ആവറേജ് ഒരു പ്രൈസ് കാൽക്കുലേറ്റർ ആണ്. സോ ഇവിടെ നമ്മൾ കൺഫേംഡ് ഓർഡേഴ്സ് 100% തന്നെ കൊടുക്കുന്നു. നമ്മളൊരു എക്സ്പെക്റ്റഡ് ഡെലിവറി നമുക്കൊരു 50-55% ഈ പറഞ്ഞ ഡെലിവറി സക്സസ് റേറ്റ് എന്തായാലും ഉണ്ടാവും. കാര്യം അതിനു വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ആഡ് സ്പെൻഡ് പെർ ഓർഡേഴ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 80 രൂപയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആഡ് സ്പെൻഡ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് 549 രൂപയ്ക്ക് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണ്. 100 ഓർഡേഴ്സ് നമുക്ക് കൺഫേം ഓർഡേഴ്സ് വരുന്നു. അതിൽ 50% ഡെലിവർ ആവുന്നു, വിച്ച് മീൻസ് 50 പ്രൊഡക്റ്റുകൾ ഡെലിവേർഡ് ആവുന്നു. ആഡ് സ്പെൻഡ് അതായത് നമുക്കൊരു പർച്ചേസിന് മുകളിൽ 80 രൂപ കോസ്റ്റ് പെർ പർച്ചേസ് വരികയാണെന്നുണ്ടെങ്കിൽ പോലും വെറും 11,700 രൂപ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 4,200 രൂപയുടെ ഒരു പ്രോഫിറ്റ് വരും. സോ ഒരു സിമ്പിൾ മാത്സ് ആണ്. ഇതേ മാത്സ് നമ്മളൊരു 10 ഓർഡേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1000-ഓളം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 420 അടുത്തുള്ള റിട്ടേൺസ് വരുന്നുണ്ട്. വിച്ച് മീൻസ് ഓൾമോസ്റ്റ് 40% മുകളിലുള്ള ഒരു പ്രോഫിറ്റ് റിട്ടേൺ, വിച്ച് ഈസ് ക്രേസി എമൗണ്ട്. ആൻഡ് ഓൾസോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേ ബി ഒരു 649 വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യം ഒരു പ്രൊഡക്റ്റിന് മുകളിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. 649 ഓൾസോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിൽക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ 599 ഓൾസോ ബെസ്റ്റ് പ്രൈസ് ആണ്. സോ 599 ഓൾസോ നമുക്കിത് വിൽക്കാൻ പറ്റും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ അതിന് നമ്മൾ ഷോപ്പിഫൈ ആണ് യൂസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഷോപ്പിഫൈ സെർച്ച് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മുടെ ഷോപ്പിഫൈ എന്നുള്ള ആ ഒരു ഫസ്റ്റ് പേജിലോട്ട് നമ്മൾ വരിക. ഇങ്ങനെ ഒരു ഇന്റർഫേസിലോട്ട് നിങ്ങൾ വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നമ്മളൊരു പുതിയ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ഷോപ്പിഫൈ അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും 3 ദിവസം നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ആയിരിക്കും. അത് കഴിഞ്ഞ് എവരി മന്ത് ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് 20 രൂപ പേ ചെയ്യേണ്ടി വരും ഷോപ്പിഫൈക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾ UPI ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് എന്ത് ചെയ്യുക, പ്രൊസീഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് വരുന്ന റിക്വസ്റ്റിന്റെ അകത്ത് 5,000 എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കാണിക്കുക. അത് നിങ്ങൾ ടോട്ടലി അവോയ്ഡ് ചെയ്യാം. കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് 20 രൂപ മാത്രമേ പേ ചെയ്യേണ്ട ആവശ്യം വരും. സോ മുന്നോട്ട് പോവാം. അടുത്ത പേജിൽ പ്ലാൻ ചൂസ് ചെയ്യാൻ പറയും. നിങ്ങൾ ജസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള പ്ലാൻ 20 റുപ്പീസിൻ്റെ ചൂസ് ചെയ്യാം, ട്രൈ ബേസിക്. സോ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. ആൻഡ് സേവ് ബിസിനസ് അഡ്രസ് കൊടുത്ത് സേവ് ചെയ്യാം. സോ നെക്സ്റ്റ് പേജിൽ നമ്മൾ അതിനെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് കൊടുക്കുക. ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ന്യൂ ബിസിനസ് ഐഡിയ കൊടുക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഓൾസോ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റോർ നെയിം വയ്ക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റോർ നെയിം കൊടുക്കുക. ഞാൻ ഇവിടെ പീലിവ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ സ്റ്റോർ നെയിം കൊടുക്കുന്നത്, പീലിവ. സോ ഫിനിഷ് ചെയ്യാം. നമ്മൾ ഓൺലൈൻ സ്റ്റോറിൻ്റെ അകത്ത് വരാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ റിമൂവ് പാസ്വേഡ് അടിക്കുക. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഓൺലൈൻ സ്റ്റോറീസ് ഓപ്പൺ ടു എവരിവൺ. നമ്മുടെ ആ ഒരു സ്റ്റോർ ഇപ്പം നിലവിൽ ലൈവ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റുകൾ നമ്മുടെ സപ്ലയേഴ്സിൽ നിന്നും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ വെബ്സൈറ്റിലോട്ട് പുഷ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് നമ്മുടെ സപ്ലയേഴ്സിനെ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾ സിമ്പിളായിട്ട് ഇവിടെ സെർച്ച് ബട്ടണിൽ റൊപ്പോസോ ക്ലൗഡ് എന്ന് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും റൊപ്പോസോ ക്ലൗഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ സ്റ്റോറിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സെല്ലറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റോറിൻ്റെ അകത്ത്. നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാം. നമുക്ക് പുഷ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് നമ്മൾ സിമ്പിളായിട്ട് സെർച്ച് ചെയ്യാം. സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പുഷ് ചെയ്യേണ്ട നമ്മുടെ ആ ഒരു വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് നമ്മുടെ സ്റ്റോറിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളിവിടെ ആ ഒരു പ്രൊഡക്റ്റ് പേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സെല്ലർ പാനലിൻ്റെ അകത്ത്.
ഇവിടെ പുഷ് ടു ഷോപ്പിഫൈ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് 649 രൂപക്കാണ്. ഓക്കെ, പ്രോഫിറ്റ് മാർജിനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ജസ്റ്റ് പുഷ് ടു ഷോപ്പിഫൈ ക്ലിക്ക് ചെയ്യാം. സോ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഷോപ്പിഫൈയുടെ അക്കൗണ്ടിലോട്ട് സക്സസ്ഫുൾ ആയിട്ട് പുഷ് ആയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ നമ്മുടെ ഷോപ്പിഫൈയുടെ ഡാഷ്ബോർഡ് ജസ്റ്റ് എന്ത് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇവിടെ കാണാൻ പറ്റും ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്റ്റോറിലോട്ട് വന്നിട്ടുണ്ട്. ഇൻവെന്ററി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആൻഡ് ഓൺലൈൻ സ്റ്റോറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിന്റെ പ്രിവ്യൂ ഓൾസോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ സ്റ്റോറിന്റെ ഒരു ഔട്ട്ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിലവിലുള്ള നമ്മുടെ സ്റ്റോറിന്റെ ഔട്ട്ലുക്ക്. ആൻഡ് പ്രൊഡക്റ്റ് പേജിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് പുഷ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രൊഡക്റ്റ് പേജ് ഓൾസോ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, ഇമേജസ് കാര്യങ്ങളൊക്കെ സെല്ലർ പാനലിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. സോ ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ചീപ്പ് ലെവലിലുള്ള ഒരു സ്റ്റോറാണ് നിലവിൽ നമ്മുടെ കയ്യിലുള്ളത്. സോ ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ മാറ്റി വളരെ ഹൈ കൺവേർട്ടിംഗ് ആയിട്ടുള്ള വളരെ ട്രസ്റ്റബിലിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലോട്ട് ഈ ഒരു സ്റ്റോറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ സ്റ്റോറിന്റെ ഒരു മൊബൈൽ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നിലവിലുള്ള സ്റ്റോറിന്റെ മൊബൈൽ വ്യൂ. ആൻഡ് നമുക്കിവിടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്റ്റ് പേജ് ഓൾസോ നമുക്ക് ഇവിടെ നോക്കാം. ഇതാണ് നിലവിലുള്ള നമ്മുടെ പ്രൊഡക്റ്റ് പേജ്. സോ ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യണം. എവരി ഡീറ്റെയിൽസ് നിങ്ങൾ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇവിടെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്. റീസൺ ഈ ഒരു വീഡിയോ വളരെ ലെങ്തി ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് പേജ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് എൻഡിൽ സെറ്റപ്പ് ചെയ്യേണ്ട ഷോപ്പിഫൈ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, പ്ലഗിൻസ് ഏതൊക്കെയാണ്, അങ്ങനെ തുടങ്ങി എവരി ഡീറ്റെയിൽസ് ഞാൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ബിഗിനർ ടു അഡ്വാൻസ് ലെവലിലുള്ള ഒരു കോഴ്സാണ്. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. സോ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ വളരെ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കാര്യങ്ങൾ എൻറോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. സോ ഫൈനലി നമ്മൾ നമ്മുടെ എല്ലാ വർക്ക്സുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ നമ്മളിവിടെ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഓൾസോ നമ്മളൊരു പുതിയൊരു ആഡ് മാനേജർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ബിസിനസ് സ്യൂട്ട് നമ്മൾ റെഡിയാക്കി. ആൻഡ് ഓൾസോ നമ്മുടെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ തിരിച്ച് നമ്മുടെ സ്റ്റോറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഓൾസോ ഇതിനെടുത്ത ടൈം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 4-5 മണിക്കൂറിന് മുകളിൽ ഇതിൻ്റെ അകത്ത് ടോട്ടലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിലവിലുള്ള ടൈമും കാര്യങ്ങളും കാണാം. പുലർച്ചെ 2 മണിയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് പേജ് കംപ്ലീറ്റ് ഒരു ബ്രാൻഡഡ് സ്റ്റോർ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ ഹോം പേജ് ആണ് ഇത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് ലുക്ക് ഇതാണ്. ആൻഡ് ഓൾസോ 649 രൂപയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന് എന്തിട്ടുള്ളത്, പ്രൈസ് ഇട്ടിട്ടുള്ളത്. കമ്പാരിസൺ പ്രൈസ് കൊടുത്തത് 1299 ആണ്. സോ ഇവിടെ ഹൗ ടു യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ സംഭവങ്ങൾ യൂട്യൂബിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോബ്ലം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തിന് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ആൻസേഴ്സ് കാര്യങ്ങൾ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ, താഴെ ഒരുപാട് റിവ്യൂസ് കാര്യങ്ങളുണ്ട്. സോ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റർ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ പ്രൊഡക്റ്റ് പേജിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് പേജ് ഓൾസോ സെയിം തന്നെയാണ്. വലിയ ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആ ഒരു ഡെലിവറി ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോ ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പേയ്മെൻറ്റ്സിൻ്റെ ഒരു ടാക്സും കാര്യങ്ങളൊക്കെ. സോ വേറെ ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മുടെ നെക്സ്റ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഡ്സ് മാനേജറിലോട്ട് പോവുക. നമ്മുടെ ക്യാമ്പയിൻസ്, നമ്മുടെ ആദ്യത്തെ ക്യാമ്പയിൻ നമ്മൾ എന്ത് ചെയ്യുക, മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് മുമ്പിലോട്ട് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് വന്നിട്ടുള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാൻ പറ്റും പുതിയ ഏതെങ്കിലും ഒരു വീഡിയോസിൻ്റെ അകത്ത്. സോ നിലവിൽ നമ്മളൊരു 24 hours ചാലഞ്ചാണ് ഇവിടെ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഡീറ്റെയിലുകളൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് മുന്നോട്ട് പോകും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ ബിഗിനർ ടു അഡ്വാൻസ് ലെവലിൽ, എക്സ്പേർട്ട് ലെവലിലോട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലോട്ട് എൻറോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. സോ ആസ് യുവർ ചോയ്സ്. നമ്മളിവിടെ ക്യാമ്പയിൻസിലോട്ട് വരികയാണ്. സോ നമ്മുടെ ആദ്യത്തെ ക്യാമ്പയിനൂടെ എന്ത് ചെയ്യാണ്, മേക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് പുതിയൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സെയിൽസ്, ഒബ്ജക്റ്റീവ് സെയിൽസ് ആയിരിക്കണം, കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ന്യൂ സെയിൽ ക്യാമ്പയിൻ, ന്യൂ സെയിൽസ് ആഡ് സെറ്റ്, ന്യൂ സെയിൽസ് ആഡ് എന്ന് പറഞ്ഞുകൊണ്ട് 3 സെഷൻസ് കാണാൻ പറ്റും. സോ ആദ്യത്തേതിൽ നമ്മുടെ ക്യാമ്പയിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും.
ആഡ് സെറ്റ് ലെവലിലോട്ട് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ടാർഗറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഏത് ആംഗിളിൽ ഏത് വ്യക്തികൾക്ക് അല്ലാണ്ടെങ്കിൽ ഏത് ഏരിയാസിലോട്ട് എത്തണം എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ഇവിടെ ഏറ്റവും അവസാനം തേർഡ് ലെവലിൽ നമ്മൾ ക്രിയേറ്റീവ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ ഈ ഒരു സെഷൻ ഓൾസോ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്. നമ്മുടെ ക്യാമ്പയിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ ഇന്ന് രാവിലെ 6 മണിക്കാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓൾറെഡി സമയം 2:45 കഴിഞ്ഞു. സോ ഓൾമോസ്റ്റ് ഒരു 3 hours കൂടെ ബാക്കിയുണ്ട്. സോ പുലർച്ചെയാണ്. ആൻഡ് ഈ ഒരു ക്യാമ്പയിൻ ഇവിടെ ഞാൻ പബ്ലിഷ് ചെയ്യാണ്. സോ ഫൈനലി നമ്മുടെ ക്യാമ്പയിൻ ഓൾസോ പബ്ലിഷ് ആയിട്ടുണ്ട്. നിലവിലുള്ള സ്റ്റാറ്റസ് ഷെഡ്യൂൾഡ് ആണ്. റീസൺ നമ്മൾ 6 മണിക്കാണ് ഇതിൻ്റെ സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആക്ച്വലി ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാലഞ്ച് അതും ഫുള്ളി ലൈവായിട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ടെസ്റ്റിംഗ് എമൗണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിങ് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം നമ്മുടെ കയ്യിലുള്ളത്, 1000 rupees മാത്രം. സോ എവിടെയെങ്കിലും ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ അത് ഈവൻ നമ്മുടെ വെബ്സൈറ്റിലാവട്ടെ, നമ്മുടെ ഓഫറിലാവട്ടെ, നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ആ ഒരു പ്രൈസിങ്ങിലാവട്ടെ, അതെല്ലാം നമ്മുടെ ക്യാമ്പയിൻസിൻ്റെ അകത്തുള്ള ഈ പറഞ്ഞ ഡീറ്റെയിലും ടാർഗറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെ തുടങ്ങി എവിടെയെങ്കിലും ഒന്ന് പഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എൻ്റയർ ടൈം ഇതിനു വേണ്ടി കൺസ്യൂം ചെയ്തിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് എഫേർട്ടും വേസ്റ്റ് ആവും. സോ നാളെ രാവിലെ അറിയാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. സോ ടോട്ടലി വളരെ എക്സൈറ്റഡ് ആണ്. മോർണിംഗ് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം. ടു ബി ഹോണസ്റ്റ് വളരെ എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ നേരെ ഫോൺ എടുത്ത് നമ്മുടെ റിസൾട്ട് നോക്കി. ആൻഡ് ഫൈനലി യെസ് വി ഗോട്ട് സം സെയിൽ. ഈ ഒരു ചാലഞ്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് എൻഡ് സെഷനിലോട്ട് നമ്മൾ വന്ന് നിൽക്കുകയാണ്. സോ ഇവിടെ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേഷനും നമുക്ക് എത്രത്തോളം ഓർഡേഴ്സ് കിട്ടി ഇതിൻ്റെ ഒരു റിയാലിറ്റി ചെക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ നമ്മുടെ ആഡ്സ് മാനേജറിലാണ് ഉള്ളത്. ഇവിടെ റീഫ്രഷ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഇന്നലെ ആ ഒരു ടെസ്റ്റിങ്ങിൽ വെച്ചിട്ടുള്ള പീലിവ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ ടോട്ടൽ റിസൾട്ട് വന്നിട്ടുള്ളത് 11ഓളം വെബ്സൈറ്റ് പർച്ചേസ് വന്നിട്ടുണ്ട്. ആൻഡ് കോസ്റ്റ് പെർ പർച്ചേസ് നമ്മുടെ ആദ്യത്തെ ദിവസമാണ്. അതിലെ കോസ്റ്റ് പെർ പർച്ചേസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 rupees ആണ്, വിച്ച് ഈസ് ക്രേസി നമ്പർ. ആൻഡ് ഓൾസോ നമ്മളിവിടെ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1143 രൂപ സ്പെൻഡ് ആയിട്ടുണ്ട്. ഈ ഒരു ക്യാമ്പയിൻ ഞാൻ നിലവിൽ ഓഫ് ചെയ്യുന്നില്ല. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഓൾസോ സൈറ്റും നല്ല ഹൈ കൺവേർട്ടിംഗ് ആയിട്ടുള്ളൊരു സൈറ്റാണ്. പെർസെൻറ്റേജ് വൈസ് കൺവേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ നമുക്കിവിടെ ടോട്ടൽ ഇംപ്രഷൻസും റീച്ചും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ഇവിടെ നമ്മൾ റിസൾട്ട് ROS നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.19 ആണ്. സോ ആദ്യത്തെ ദിവസം ഇത്രയും നല്ലൊരു ROS റിസൾട്ട് എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു പോസിറ്റീവാണ്. ആൻഡ് ഓൾസോ ക്ലിക്സുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 235ഓളം ക്ലിക്സുകൾ ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് മുകളിൽ വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഓൾസോ ഗുഡ്. ആഡ് ടു ആർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആഡ് ടു ആർട്ടാണ്. ഇനി ഞാൻ ഇവിടെ ക്യാമ്പയിൻസിൻ്റെ അകത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ അഡ്വർടൈസ്മെൻറ്റിലാണ് നമുക്ക് ഈ പറഞ്ഞ പർച്ചേസും കാര്യങ്ങളൊക്കെ വന്നത് നോക്കാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും ആഡ് 3ൽ നമുക്ക് 3 വെബ്സൈറ്റ് പർച്ചേസ് വന്നിട്ടുണ്ട്. അതിൻ്റെ പെർ പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 50 രൂപയാണ്. ആൻഡ് ഓൾസോ ആഡ് 1ൻ്റെ അകത്ത് 6 പർച്ചേസ് വന്നിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ് പെർ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 142 ആണ്. സോ നിലവിൽ ഈ ഒരു എല്ലാ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മുകളിലും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, പർച്ചേസ് വന്നിട്ടുണ്ട്. ആഡ് 4 മാത്രമാണ് ഒരു വേസ്റ്റ് പെർഫോം ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ 50-60 രൂപക്ക് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, പർച്ചേസുകൾ വന്നിട്ടുണ്ട്. സോ സ്റ്റിൽ നമ്മുടെ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ലേണിംഗ് ഫേസിലാണ്. സോ നമ്മളൊരു കണ്ടിന്യൂസ് 3-4 ദിവസം കഴിയുമ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് നമ്മൾ നമ്മുടെ ഷോപ്പിഫൈയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. 11ഓളം ഓർഡേഴ്സ് ആയിരുന്നു നമുക്ക് ലഭിച്ചിട്ടുണ്ടായത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണും ടോട്ടൽ സെയിൽസ് 7139 രൂപയുടെ സെയിൽസ് ടോട്ടൽ നമുക്ക് വന്നിട്ടുണ്ട്. സെഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 214 സെഷൻസ് ആണ്. ടോട്ടൽ ഓർഡേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 ഓർഡേഴ്സ് ആണ്. സോ 5% മുകളിലുള്ള ഒരു സൈറ്റ് കൺവേർഷൻ ആണ് നമുക്കുള്ളത്. ഇവിടെ കൺവേർഷൻ റേറ്റ് കാണിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ COD ഫോം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഇവിടെ ഓർഡേഴ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓർഡേഴ്സും കാര്യങ്ങളും കാണാൻ പറ്റും. ഈ ഫുൾഫിൽഡ് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലയർ ഓൾറെഡി ഷിപ്മെൻറ്റിന് വേണ്ടിയിട്ട് അയച്ചിട്ടുള്ള സ്റ്റോക്കും കാര്യങ്ങളുമാണ്. സോ നമ്മളിവിടെ നമ്മുടെ റൊപ്പോസോ ക്ലൗഡിൻ്റെ നമ്മുടെ സെല്ലർ പാനലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാനേജ് ഓർഡേഴ്സിൽ വരിക. സോ നമ്മൾ നമ്മുടെ സെല്ലർ പാനലിൻ്റെ അക്കൗണ്ടിലോട്ട് ഇവിടെ വരികയാണ്. ഇവിടെ കാണാൻ പറ്റും കൺഫേംഡ് ഓർഡേഴ്സ് 6ഓളം ഓർഡേഴ്സ് നിലവിൽ കൺഫേംഡ് ഓർഡേഴ്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവിടെ ഓർഡർ സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഡർ AWB പെൻഡിങ് ആണ്, ബാക്കിയെല്ലാം AWB ജനറേറ്റർ ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ സെല്ലിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റ് ഓൾസോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 418 രൂപയാണ്, ക്രേസി എമൗണ്ട്. ആൻഡ് ഇവിടെ ഷിപ്പിഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ ട്രാൻസിറ്റിൽ നിങ്ങൾക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ
ഇവിടെ ഡെലിവറി നമുക്ക് എപ്പോഴെത്തും എന്നുള്ളതും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഡറിൻ്റെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ 8-ാം തീയതി, ഇന്നിപ്പോൾ 4-ാം തീയതി, 8-ാം തീയതി റേഞ്ചിൽ ഈ ഒരു ഓർഡർ കാര്യങ്ങൾ എന്താവാനുള്ള സാധ്യതയുണ്ട്, ഡെലിവേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയാണ് നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ നമ്മുടെ റിയലിസ്റ്റിക് പ്രോഫിറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രൊഡക്റ്റ് ആദ്യം ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഇതായിരുന്നു ആ ഒരു പ്രൊഡക്റ്റ്. അതിൻ്റെ കാൽക്കുലേറ്റർ നമുക്ക് എടുക്കാം. സോ ഇവിടെ നമ്മൾ സെല് ചെയ്തിട്ടുണ്ടായിരുന്നത് 649 രൂപക്കാണ്. ആൻഡ് ഓൾസോ നമുക്ക് ലഭിച്ചിട്ടുണ്ടായ ഓർഡേഴ്സ് 11 ഓർഡേഴ്സാണ്. ഇവിടെ കൺഫേംഡ് ഓർഡേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% കൺഫേംഡ് ആണ്. കാര്യം 11 ഓർഡേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളൊരു 50% മാത്രമാണ് ഡെലിവറി റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 60-65% മുകളിൽ ഡെലിവറി റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സ് ടു മാക്സ് ഒരു 30% RTO ഒക്കെ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആഡ് സ്പെൻഡ് പെർ ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോസ്റ്റ് പെർ റിസൾട്ട് 103 രൂപയാണ്. സോ അത് നമുക്ക് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. 104 രൂപ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 11ഓളം ഓർഡേഴ്സ്, അതിൽ 50% ഡെലിവറി സക്സസ് വരികയാണെന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് ഒരു 5 ഓർഡേഴ്സ് ഡെലിവർ ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് 994 രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് ഓൾമോസ്റ്റ് 100% റിട്ടേൺ. നമ്മൾ ടോട്ടൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോട്ടൽ എമൗണ്ട് 1143 രൂപയാണ് എമൗണ്ട് ടോട്ടൽ സ്പെൻഡ് ആയിട്ടുള്ളത്. സോ ഇതാണ് ഈ ഒരു എൻ്റെ ചാലഞ്ചിൻ്റെ റിസൾട്ടായിട്ട് വന്നിട്ടുള്ളത്. സോ നമ്മുടെ എക്സ്പെക്ടേഷന് ബീറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു എൻ്റെ എഫേർട്ടിന്റെയും ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തതിന്റെ ഒക്കെ ഒരു പ്രോപ്പർ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. സോ ദ ബോട്ടം ലൈൻ ഈസ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരിക്കലും ഹാർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ അല്ല. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ യുണീക് ബിസിനസ് മോഡലാണ്. ആൻഡ് ഓൾസോ നമ്മളൊരു പ്രോപ്പർ മെത്തേഡും പ്രോപ്പർ നോളജും ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് വലിയ രീതിയിലുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഗെയിൻ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഈ ഒരു ബിസിനസ് ബിഗിനർ ആവട്ടെ, അതല്ല നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബേസിക് ടു അഡ്വാൻസ് ലെവലിലുള്ള ഒരു കംപ്ലീറ്റ് കോഴ്സ് ഞാൻ മേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് പേര് ഈ ഒരു വീഡിയോസ് കാര്യങ്ങൾ കണ്ട് ഇൻസ്പയർഡ് ആയി മേ ബി ഒരു പകുതി അറിവോടുകൂടെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ നോളജ് ഇല്ലാതെ ഈ ഒരു ബിസിനസ്സിലോട്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എന്റെ പ്രീവിയസ് വീഡിയോ കൂടെ ഒന്ന് കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. അതിൽ ഒരുപാട് ബിഗിനേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്കുകളെ പറ്റിയും അതുപോലെ തന്നെ എന്റെ ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള അനുഭവങ്ങളും ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാലഞ്ചുകൾ, അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് കവറപ്പ് ചെയ്യേണ്ട വീഡിയോസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്ത് അറിയിക്കാം. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.